എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കുതുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചിട്ടാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഭരണവംശമായിട്ടുള്ള ഇൽബാരി അഥവാ അടിമ വംശത്തിന് അവരുടെ മുയ്സി എന്ന കുടുംബപ്പേര് ലഭിച്ചത് മുയ്സുദ്ദീൻ മുഹമ്മദ് ഗോറിയിൽ നിന്നാണ്. തൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്ന കുതുബുദ്ദീൻ ഐബക്കിനെയാണ് മുയ്സുദ്ദീൻ മുഹമ്മദ് ഗോറി ഇന്ത്യൻ പ്രദേശങ്ങളുടെ ചുമതലയേൽപ്പിച്ചിരുന്നത്. മുയ്സുദ്ദീൻ്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്ന കുതുബുദ്ദീന് സുൽത്താൻ പദവി ലഭിച്ചു. കുതുബുദ്ദീൻ ഐബക്കാണ് സൽത്തനേറ്റ് സ്ഥാപിച്ച വ്യക്തി. തൻ്റെ ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് ഗോറിയുടെ മറ്റൊരു അടിമയായിരുന്ന യാൽദൂസിനെ പഞ്ചാബ് കീഴടക്കാനുള്ള ശ്രമത്തിൽ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ലാഹോറിലേക്ക് കുതുബുദ്ദീൻ ഐബക്ക് മാറ്റുകയാണ് ചെയ്തത്. തറൈൻ യുദ്ധത്തിലും തുർക്കികളുടെ അധികാരം ഇന്ത്യയിൽ വ്യാപിപ്പിക്കുന്നതിനും ഐബക്ക് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഐബക്ക് എന്നതൊരു തുർക്കി ഗോത്രത്തിൻ്റെ പേരാണ്. സ്വന്തം കഴിവുകൾ കൊണ്ട് മാത്രമാണ് കുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അധികാരത്തിൽ എത്തിയത്. മുഹമ്മദ് ഗോറി നൽകിയ മാലിക്, സിപാഹ് സലാർ എന്നീ പദവികളിൽ നിന്നായിരുന്നു കുതുബുദ്ദീൻ ഐബക്കിൻ്റെ തുടക്കം. അദ്ദേഹം കുത്തുബ നടത്തുകയോ അഥവാ വെള്ളിയാഴ്ചയും 2 പെരുന്നാൾ ദിനങ്ങളിലും നടത്തുന്ന മതപരമായിട്ടുള്ള പ്രഭാഷണത്തെയാണ് കുത്തുബ എന്ന് പറയുന്നത്. അത് നടത്തുകയോ സ്വന്തം പേരിൽ നാണയങ്ങൾ ഇറക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹമായിരുന്നു സൽത്തനേറ്റ് രാജവംശത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഭരണാധികാരി. രാജ്യത്ത് സമാധാനവും അഭിവൃദ്ധിയും നിലനിർത്തുക എന്നുള്ളതായിരുന്നു കുതുബുദ്ദീൻ ഐബക്ക് നൽകിയ ആദ്യത്തെ പരിഗണന എന്നുള്ളത്. അതിനായിട്ട് അദ്ദേഹം രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വഴിയോര കൊള്ളക്കാരെ അമർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഹിന്ദുക്കളെ തുല്യരായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. ഇന്ത്യയിലെ തൻ്റെ സാമ്രാജ്യ വിപുലീകരണം പൂർത്തിയാക്കാനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. എന്നാലും തൻ്റെ സൈനിക ആക്രമണങ്ങളുടെ സ്മാരകമായിട്ട് അദ്ദേഹം കുതുബ് മിനാർ സ്ഥാപിച്ചു. എന്നാൽ പണി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ലാഖ് ബക്ഷ്, ലക്ഷങ്ങൾ നൽകുന്നവൻ എന്ന പദവി അദ്ദേഹത്തിൻ്റെ ഉദാരതയെ കാണിക്കുന്ന ഒന്നാണ്. 1210 ചൗഖാൻ മധ്യകാല പോളോ എന്നുള്ള ഗെയിം കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്നിട്ട് വീണ് പരിക്കേറ്റാണ് അദ്ദേഹം മരിച്ചത്. തുടർന്ന് അധികാരത്തിൽ വന്നത് മകനായിട്ടുള്ള ആറാം ഷാ ആയിരുന്നു. ഭരണത്തിന് മുൻപരിചയമൊന്നുമില്ലാത്ത ആറാം ഷാക്ക് 8 മാസം മാത്രമേ ഭരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇനി നമുക്ക് ഷംസുദ്ദീൻ ഇൽതുമിഷിനെ കുറിച്ചിട്ട് പറയാം. ആറാം ഷാക്ക് ശേഷം അധികാരത്തിൽ വന്നത് ഇൽതുമിഷ് ആയിരുന്നു. ആദ്യം കുതുബുദ്ദീൻ്റെ അടിമയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവുമായിട്ടുള്ള ഇൽതുമിഷ് കുതുബുദ്ദീൻ്റെ മരണസമയത്ത് ബദായൂനിലെ ഗവർണറായിരുന്നു. സൽത്തനേറ്റിൻ്റെ യഥാർത്ഥ ഏകോപനം നടത്തിയത് ഷംസുദ്ദീൻ ഇൽതുമിഷ് ആയിരുന്നുവെന്ന് സതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ പറയുന്നുണ്ട്. അധികാരം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ 10 വർഷങ്ങളിൽ അദ്ദേഹം സ്വന്തം അധികാരം മുയ്സുദ്ദീൻ മുഹമ്മദിൻ്റെ മറ്റു 2 അടിമകളായിട്ടുള്ള യാൽദൂസിൽ നിന്നും ഖുബാച്ചയിൽ നിന്നും സംരക്ഷിച്ചു നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 1216-17 കാലഘട്ടങ്ങളിൽ അദ്ദേഹം 2 പേരെയും പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനേക്കാൾ ഇൽതുമിഷ് ശ്രദ്ധിച്ചിരുന്നത് കീഴടക്കിയ പ്രദേശങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതിലായിരുന്നു. ഈ സമയത്ത് സൽത്തനേറ്റിന് മംഗോളിയരുടെ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും ബഠിൻഡ, ഗുറം, സർസുദി എന്നിവ കീഴടക്കാൻ ഇൽതുമിഷിന് സാധിച്ചു. അതുപോലെ തന്നെ രജപുത്രരിൽ നിന്നും രൺഥാംബോർ, മാൻഡോർ, ജലോർ, ബയാന, ധാങ്കീർ എന്നീ സ്ഥലങ്ങളും അദ്ദേഹം വീണ്ടെടുത്തു. 1225 ശേഷം മാത്രമേ ഇൽതുമിഷിന് കിഴക്കോട്ട് പട നയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. തൻ്റെ രാജ്യത്തിലുടനീളം സൈനിക വിജയം നേടാൻ സാധിച്ചിരുന്നുവെങ്കിലും ബീഹാറിലും ബംഗാളിലെ ലക്നൌതിയിലും സൽത്തനേറ്റിൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. 1226 ഇൽതുമിഷ് ലക്നൌതിയിലെ ഭരണാധികാരിയെ കൊലപ്പെടുത്തുകയും ലക്നൌതിയെ തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് മാണ്ഡു, ഗോളിയോർ, ബിൽഷ, ഉജ്ജയിൻ എന്നിവ കീഴ്പ്പെടുത്തി. 1229 വീണ്ടും ബംഗാൾ ആക്രമിക്കുകയും അവിടുത്തെ ഭരണാധികാരികളെ സുൽത്തനേറ്റിൻ്റെ അധീശത്വം അംഗീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇൽതുമിഷ് സൽത്തനേറ്റിൻ്റെ തലസ്ഥാനമായിട്ടുള്ള നഗരി ഡൽഹി സ്ഥാപിച്ചതോടെ ഗസ്നിയുടെ നിയന്ത്രണത്തിൽ നിന്നും സൽത്തനേറ്റ് സ്വതന്ത്രമായി. അങ്ങനെ ഇൽതുമിഷിൻ്റെ കാലത്ത് ഡൽഹി സൽത്തനേറ്റ് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലുതും ശക്തവുമായിട്ടുള്ള ഭരണകൂടമായിട്ട് മാറി. ഇൽതുമിഷിൻ്റെ പരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. സാമ്രാജ്യം ഏകീകരിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. ഒന്നാമതായിട്ട് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾക്കായിരുന്നു. ഇസ്ലാം ശരീഅത്തിനും അഥവാ ഇസ്ലാമിക നിയമങ്ങൾക്കും രാഷ്ട്രീയത്തെയും എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ ശരീഅത്ത് നിയമങ്ങളും കാലാനുസൃതമായിട്ടുള്ള ആവശ്യങ്ങളും തമ്മിൽ സന്തുലിതമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാനുള്ള ഒരു വിഭാഗം ഉലമകളുടെ ഉപദേശം അദ്ദേഹം തള്ളിക്കളഞ്ഞു.
ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള സമീപനത്തെയാണ്. ഉദാരമായിട്ടുള്ള സമീപനമാണ് മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. അബ്ബാസിദ് ഖലീഫയിൽ നിന്നും അദ്ദേഹത്തിന് സുൽത്താൻ പദവി നൽകിക്കൊണ്ടുള്ള സന്ദേശം ലഭിച്ചു. അങ്ങനെ 1229 സുൽത്താൻ്റെ പ്രതിനിധി ഡൽഹിയിൽ നേരിട്ടെത്തുകയും ഡൽഹിയിലെ സുൽത്താൻ ആയിട്ട് ഇൽത്തുമിഷിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പരിഷ്കാരമാണ് അദ്ദേഹം രാജവാഴ്ചയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണക്രമം സ്ഥാപിച്ചു എന്നുള്ളത്. തുർക്കാനി ചെഹൽഗാനി എന്നറിയപ്പെടുന്ന പ്രഭുവർഗം അദ്ദേഹം രൂപീകരിച്ചു. ഒരു കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യ അധികാര വ്യവസ്ഥയാണ് ഇവിടെ നിലനിന്നിരുന്നത്. തുർക്കാനി ചെഹൽഗാനിയിലെ പ്രഭുക്കന്മാർ 40 സൈനികരുടെ കമാൻഡർമാർ ആയതുകൊണ്ട് തന്നെ അവരെ ദി 40 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടായിരുന്നു. ചെഹൽഗാനി എന്നത് ഇൽത്തുമിഷിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അടിമകളിൽപ്പെട്ട ഒരു ഉയർന്ന വിഭാഗം ആയിരുന്നു എന്നാണ് സിയാവുദ്ദീൻ ബറാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തെ പരിഷ്കാരം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് പണം നൽകുന്നതിന് പകരം ഇക്ത അഥവാ ഭൂമി ലാൻഡ് നൽകുന്ന ഇക്തദാരി സമ്പ്രദായം ഇൽത്തുമിഷ് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ പരിഷ്കാരമാണ് സുൽത്തനേറ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്ഥിരതയും കരുത്തും നൽകുന്നതിന് വേണ്ടി 2 തരത്തിലുള്ള നാണയം, വെള്ളി നാണയമായിട്ടുള്ള തങ്കയും ചെമ്പു നാണയമായിട്ടുള്ള ജിതാൽ എന്നിവ അദ്ദേഹം പുറത്തിറക്കി. അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരമാണ് കുതുബുദ്ദീൻ ഐബക്ക് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള കുതുബ് മിനാറിൻ്റെ പണി ഇൽത്തുമിഷാണ് പൂർത്തിയാക്കിയത്. പുത്രന്മാരെ അനന്തരാവകാശികളായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള പരമ്പരാഗത രീതിക്ക് പകരം തൻ്റെ മകൾ റസിയയെയാണ് അദ്ദേഹം കിരീടാവകാശിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇൽത്തുമിഷിൻ്റെ മരണശേഷം അധികാരത്തിലെത്തിയ റസിയക്ക് വെറും 4 വർഷം മാത്രമേ ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നീട് ബഹ്റാം ഷാ, അലാവുദ്ദീൻ മസൂദ് ഷാ, ഇൽത്തുമിഷിൻ്റെ പുത്രരായിട്ടുള്ള സുൽത്താൻ നാസിറുദ്ദീൻ എന്നിവരാണ് ഭരണം നടത്തിയിരുന്നത്. ഇനി നമുക്ക് അടിമ വംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ടുള്ള ബാൽബനെ കുറിച്ചിട്ട് പറയാം. 1232 ഇൽത്തുമിഷ് വില കൊടുത്ത് വാങ്ങിയ ഒരടിമയായിരുന്നു ബാൽബൻ. ഒരു വെള്ളം കോരിയായിട്ട് ജീവിതം ആരംഭിച്ചിട്ടുള്ള ബാൽബൻ ചഹൽഗാനിയിലെ ഒരു തുർക്കി പ്രമാണിയായിട്ട് മാറുകയും റസിയ സുൽത്താനയുടെ കാലത്ത് അദ്ദേഹത്തിന് അമീറി ഷിക്കാർ, നായാട്ടിൻ്റെ പ്രഭു ആയിട്ട് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തിരുന്നു. സുൽത്താൻ നാസുറുദ്ദീൻ തൻ്റെ മകളെ ബാൽബന് വിവാഹം കഴിച്ചു കൊടുക്കുകയും യുവാവായ സുൽത്താൻ നാസുറുദ്ദീൻ്റെ നായിബി മമലാക്കാത്ത് അഥവാ കാവലാൾ ആയിട്ട് ബാൽബൻ ചുമതലയേൽക്കുകയും ചെയ്തു. മംഗോളിയരെ നേരിടുന്നതിൽ അതിപ്രഗത്ഭമായിട്ടുള്ള പ്രാവീണ്യം ബാൽബൻ കാണിച്ചിരുന്നു. ഇത് അദ്ദേഹത്തെ ഉലൂഖാൻ, ശക്തിമാനായ പ്രഭു എന്നറിയപ്പെടാൻ കാരണമായി. 20 വർഷത്തോളം ബാൽബൻ സുൽത്താൻ നാസിറുദ്ദീൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു. കഴിവുറ്റ പ്രധാനമന്ത്രി എന്ന നിലയിൽ പഞ്ചാബിലെ ഗോഖകളെ തോൽപ്പിക്കുവാനും ഗംഗ യമുന നദീതടത്തിലെ കലാപകാരികളെ തുരത്തുവാനും അതുപോലെ തന്നെ മേവാർ, രൺഥാംബോർ, ഗോളിയോർ, ചന്ദേരി, മാർവാർ എന്നിവ കീഴടക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇതിനുശേഷം ഡൽഹിയിലേക്ക് തിരിച്ച ബാൽബന് തനിക്കെതിരെ ആസ്ഥാനത്ത് നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ചിട്ടുള്ള സൂചന ലഭിക്കുന്നു. എതിരാളികളായിട്ടുള്ള എല്ലാ പ്രഭുക്കന്മാരെയും അമർച്ച ചെയ്യുകയും അദ്ദേഹം ചെയ്തു. 1259-60 കാലഘട്ടത്തിൽ നടന്ന മംഗോൾ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സുൽത്താൻ ആയതിനു ശേഷം രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിനാണ് ബാൽബൻ ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയിരുന്നത്. ആദ്യമായിട്ട് മേവാത്തിലേക്ക് പോവുകയും അവിടെയുള്ള വനം കൊള്ളക്കാരെ അദ്ദേഹം നേരിടുകയും ചെയ്തു. അംറോഹ, ബദായൂൺ ജില്ലകളിലെ കലാപകാരികളായിട്ടുള്ള പ്രഭുക്കന്മാരെ അമർച്ച ചെയ്യുകയും അവധിലും ഗംഗാ യമുന നദീതടത്തിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം വീണ്ടെടുക്കുകയും ചെയ്തു. തുർക്കികളായിട്ടുള്ള ഈ പ്രഭുക്കന്മാരെ, തുർക്കാനി ചെഹൽഗാനിയിലുള്ള വ്യക്തികളെ അദ്ദേഹം വരുതിയിൽ കൊണ്ടുവന്നു. ചെഹൽഗാനിയെ അദ്ദേഹം ഒഴിവാക്കുകയും വേരോടെ പിഴുതെറിയുകയും ശത്രുക്കളായിട്ടുള്ള പല പ്രഭുക്കന്മാരെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. രാജ്യത്തെ ഛിദ്രശക്തികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരം നടപടികളെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നാണ് അറിയപ്പെടുന്നത്. ക്രൂരവും കർശനവുമായിട്ടുള്ള നയമാണ് ബാൽബൻ സ്വീകരിച്ചിരുന്നത്. അധികാരം മുഴുവൻ സ്വന്തം കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നായിബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി എന്ന പദവി അദ്ദേഹം ഇല്ലാതാക്കുന്നു. അധികാര കേന്ദ്രീകരണത്തിൽ വിശ്വസിച്ച ബാൽബൻ സുൽത്താൻ്റെ അന്തസ്സ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളും കൈക്കൊള്ളുന്നു. രാജാവ് ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നും ഒരു ശക്തിക്കും രാജാവിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നും ബാൽബൻ പറയുന്നു. രാജാവ് ദൈവത്തോട് മാത്രം കടപ്പെട്ടവൻ ആണെന്നുള്ള ധാരണ ജനങ്ങളിൽ അദ്ദേഹം കൊണ്ടുവരികയും വിശുദ്ധ പദവി നൽകുന്ന പേർഷ്യൻ സങ്കല്പം അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. രാജാവിൻ്റെ ശക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് അദ്ദേഹം രാജസദസ്സിൽ പുതുതായിട്ട് 2 ചടങ്ങുകൾ കൊണ്ടുവന്നു. സജ്ജത, പൈബോസ് എന്നിവയായിരുന്നു അവ. സജ്ജത എന്ന് പറഞ്ഞാൽ രാജാവിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുക എന്നുള്ളതും പൈബോസ് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പാദചുംബനവും ആയിരുന്നു. ഇത് അവിടെ നടത്തൽ നിർബന്ധമായിരുന്നു.
അതുപോലെ നൗറാസ് എന്ന് പറഞ്ഞിട്ടുള്ള പേർഷ്യൻ ഉത്സവം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കൊണ്ടുവരുന്നു. തൻ്റെ അധികാരം ആരുമായിട്ടും പങ്കുവെക്കാൻ ബാൽബൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷപാതമോ ഭയമോ ഇല്ലാതെ നീതി നടപ്പിലാക്കുന്നതിന് അദ്ദേഹം മുഖ്യ പരിഗണന നൽകി. ബാൽബൻ തൻ്റെ രാജ്യം മുഴുവൻ ചാരന്മാരുടെ ഒരു ശൃംഖല നടപ്പിലാക്കിയിരുന്നു. ശത്രുക്കളോട് വളരെ ക്രൂരമായാണ് പെരുമാറിയിരുന്നത് എന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ബാൽബൻ ദയാലുവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ എന്നീ വിഭാഗങ്ങളോട് അദ്ദേഹം കരുണ കാണിച്ചിരുന്നു. കർഷകരുടെ മേൽ മിതമായിട്ടുള്ള ഭൂനികുതി മാത്രമേ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. മതപണ്ഡിതന്മാർ അഥവാ ഉലമകളുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ അദ്ദേഹം വിലക്കിയിരുന്നു. പ്രഭുക്കന്മാരെയും കർശന നിയന്ത്രണത്തിൽ അദ്ദേഹം ആക്കിയിരുന്നു. ദിവാനി അർസ് എന്നറിയപ്പെടുന്ന സൈനിക വകുപ്പ് രൂപീകരിച്ചിരുന്നു. അതിർത്തികളുടെ ഫലപ്രദമായിട്ടുള്ള നിയന്ത്രണത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ബോധം ബാൽബന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മംഗോളിയൻ ആക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ ബാൽബൻ വടക്കു പടിഞ്ഞാറ് കേന്ദ്രം, ബഠിൻഡ, സുനം, സമാന എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിൽ കോട്ടകൾ ശക്തിപ്പെടുത്തുകയും അതുവഴി അതിർത്തിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. തിമൂർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള മംഗോൾ ആക്രമണം തടയുന്നതിനിടയിൽ ബാൽബൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് ലാഹോറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇത് ബാൽബനെ വളരെയധികം തളർത്തി. ബാൽബൻ്റെ അന്ത്യദിനങ്ങൾ കലാപങ്ങളുടെയും പ്രതികലാപങ്ങളുടെയും കാലഘട്ടമായിരുന്നു. 1287 ബാൽബൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള കൈക്കുബാദ് രാജാവായി എന്നുണ്ടെങ്കിലും തുർക്കി, ഖിൽജി പ്രഭുക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണം നല്ല രീതിയിൽ ഭരണം നടത്തുവാൻ അദ്ദേഹത്തിൻ്റെ മകന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കൈക്കുബാദ് കൊല്ലപ്പെടുകയും ജലാലുദ്ദീൻ ഖിൽജി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷമുണ്ടായിരുന്ന കാലഘട്ടമാണ് ഖിൽജി കാലഘട്ടം. താങ്ക്സ് ഫോർ വാച്ചിങ്.